ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ലോക വനിതാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ രജിൽ രാജ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രജിൽ, ഇതൊരു ചരിത്ര നേട്ടമാണ്. ഇന്ത്യ കപ്പ് ഉയർത്തിയിരിക്കുന്നു. സന്ധ്യ, തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തേത് ഒരു മറക്കാൻ കഴിയാത്ത ദിവസം തന്നെയാണ്. ഇന്ത്യ ഇതാ ചരിത്ര ജയം, ഒരു പുതുചരിത്രം പിറന്നിരിക്കുന്നു. ഇത്രയും വർഷത്തെ ക്രിക്കറ്റിൽ അവഗണനകളടക്കം നേരിട്ട വനിതാ ക്രിക്കറ്റിൽ ഇതാ ഒരു പുതുചരിത്രം പിറന്നിരിക്കുന്നു. ഇന്ത്യ ആദ്യമായി ഏകദിന വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതകൾ ചാമ്പ്യന്മാരായിരിക്കുന്നു. 2005-ലും 2017-ലും ഫൈനലിൽ നഷ്ടപ്പെട്ട കിരീടം, കയ്യകനെ നഷ്ടപ്പെട്ട കിരീടം ഇക്കുറി ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിക്കൊണ്ട് ഇന്ത്യ സ്വന്തമാക്കുകയാണ്. 52 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഈ ടൂർണമെന്റിലുടനീളം വലിയ പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെയാണ് ടീം ഇന്ത്യ കളത്തിലിറങ്ങിയത്. പക്ഷേ പ്രത്യേകിച്ച് സെമി ഫൈനലിലെ വിജയം അത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കരുത്തിൽ കൂടിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത്. ഫൈനലിൽ മികച്ച പ്രകടനം തന്നെ, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സമ്പൂർണ്ണമായൊരു ആധിപത്യം എന്ന ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക പൊരുതാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും ഏറെക്കുറെ ഏകപക്ഷീയമായ രീതിയിൽ തന്നെ ഇന്ത്യക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. എന്തായാലും 52 റൺസിൻ്റെ ഈ ജയം അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2011-ൽ ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഏറ്റവും ഒടുവിലായ ഒരു ലോക കിരീടം ഏകദിന ക്രിക്കറ്റിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ഇതാ വനിതകൾ കൂടി ഒരു കിരീടം ഇന്ത്യക്ക് സമ്മാനിക്കുകയാണ്. എടുത്തു പറയേണ്ട ചില പ്രകടനങ്ങൾ കൂടി ഇന്നത്തെ മത്സരത്തിലുണ്ട്. ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുകയായിരുന്നു. പക്ഷേ പൊരുതാവുന്ന ഒരു സ്കോർ ഇന്ത്യൻ ബാറ്റർമാർ ഇന്ത്യക്ക് സമ്മാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഷഫാലിയുടെ പ്രകടനം, ഷഫാലി വർമ്മ ഒരുപക്ഷെ നേടേണ്ടിയിരുന്ന ഒരു സെഞ്ചുറി അത് നഷ്ടമായെങ്കിൽ കൂടിയും ആ നിരാശ ബൗളിങ്ങിൽ കൂടി തീർത്തുകൊണ്ട് ഷഫാലി വർമ്മയുടെ പ്രകടനം, അത് ഓൾറൗണ്ട് പ്രകടനം, അത് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബൗളിങ്ങിൽ ദീപ്തി ശർമ്മയുടെ പ്രകടനം അത് വളരെ നിർണായകമായിരുന്നു. ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ഒരു പൊരുതുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് മത്സരം ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നതാണ്. അതിൽ ഷഫാലിയുടെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് വളരെ നിർണായകമായിരുന്നു. അനശ്വര.